ഹലോ ഡിയർ സ്റ്റുഡൻസ്, ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാനിലെ ഓംസ് ലോ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. വാട്ട് ഈസ് ഓംസ് ലോ? എന്താണ് ഓംസ് ലോ? ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോയിങ് ത്രൂ എ വയർ ബിറ്റ്വീൻ 2 points ഈസ് റിലേറ്റഡ് ടു ഹൗ മച്ച് വോൾട്ടേജ് ദർ ഈസ് അക്രോസ് ദീസ് 2 points അല്ലേ? എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി ഫ്ലോയിങ് ത്രൂ എ വയർ, ഒരു വയറിലൂടെ കടന്നു പോകുന്ന എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി, 2 പോയിൻറ്റ്സ് തമ്മിലുള്ളത്, അത് എന്തിന് റിലേറ്റഡ് ആണ്? എത്രമാത്രം അതിലൂടെ വോൾട്ടേജ് പോകുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അതാണ് ഓംസ് ലോയിൽ പറയുന്നത്. ഇനി ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് ഫോർമുല ഫോർ ഓംസ് ലോ? ഓംസ് ലോൻ്റെ വി ആലോചിക്കുക അല്ലേ? വി ഈക്വൽ ടു IR ആണ് ഓംസ് ലോ ൻ്റെ കറക്റ്റ് ഫോർമുല. നെക്സ്റ്റ്, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുകയാണെങ്കിൽ വാട്ട് വിൽ ഹാപ്പൻ ടു ദ കറൻറ്റ് ഇഫ് ദ വോൾട്ടേജ് ഈസ് ഡബിൾഡ്? എന്ത് സംഭവിക്കും? കറൻറ്റിന് വോൾട്ടേജ് നമ്മൾ ഡബിൾ ആക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻറ്റിന് എന്ത് സംഭവിക്കും? കറൻറ്റ് വിൽ ബി ഡബിൾ. നമുക്ക് അറിയാം ഫോർമുല വി ഈക്വൽ ടു IR ആണ് അല്ലേ? അപ്പോൾ റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്ന് പോകാന്നുണ്ടെങ്കിൽ കറൻറ്റ് ഡബിൾ ആകുമ്പോഴാണ് വോൾട്ടേജും എന്ത് ഡബിൾ ആവുക. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ റെസിസ്റ്റർ ഹാസ് എ വാല്യൂ ഓഫ് 100 ohms. വാട്ട് ഈസ് എ കറൻറ്റ് ഫ്ലോയിങ് ത്രൂ ദ റെസിസ്റ്റർ ഇഫ് ദ വോൾട്ടേജ് അക്രോസ് ഇറ്റ് ഈസ് 10 volt? അതായത് ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ 100 ohms ആണെന്ന് തന്നിട്ടുണ്ട്. അതിലൂടെ കടന്നു പോകുന്ന കറൻറ്റ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചേക്കണത്. അതിൻ്റെ വോൾട്ടേജ് അക്രോസ് എത്രയാണ്? 10 volt ആണെന്നുണ്ടെങ്കിൽ 0.1 amperes ആയിരിക്കും കറൻറ്റ്. നെക്സ്റ്റ്, എമംഗ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് വിച്ച് മെറ്റീരിയൽ ഹാസ് ദ ഹയസ്റ്റ് റെസിസ്റ്റൻസ്? താഴെ തന്നിരിക്കുന്നവയിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ളത് ഏത് മെറ്റീരിയലിനാണെന്നാണ് ക്വസ്റ്റ്യൻ. കോപ്പർ ആണോ, അലുമിനിയം ആണോ, സിൽവർ ആണോ, ടങ്സ്റ്റൺ ആണോ എന്ന്? ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഹയസ്റ്റ് റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ദ കറൻറ്റ് ത്രൂ എ 20 ohm റെസിസ്റ്റർ ഈസ് 5 amperes, വാട്ട് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ പ്രഷർ ഓർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രസൻറ്റ് അക്രോസ് ദ റെസിസ്റ്റർ? അതായത് കറൻറ്റ് ത്രൂ എ റെസിസ്റ്റർ 20 ohm ആണ്. കറൻറ്റ് ത്രൂ എ 20 ohm റെസിസ്റ്റർ, 20 ohm റെസിസ്റ്ററിൻ്റെ ലൂടെ കടന്നു പോകുന്ന കറൻറ്റ് 5 amperes ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് പ്രഷറിൻ്റെ എമൗണ്ട് എത്രയാണ്? അതല്ലാന്നുണ്ടെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഈ റെസിസ്റ്ററിൻ്റെ ലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്രയാണെന്നാണ് ചോദ്യം. 20 volt ആണ് ആൻസർ. A circuit has a voltage of 12 volts and a resistance of 3 ohms. How much current is passing through the resistor? ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് 3 ohm ആണെങ്കിൽ എത്ര കറണ്ടാണ് ആ റെസിസ്റ്ററിലൂടെ കടന്നു പോകുന്നത്? 4 amperes കറണ്ടാണ് അതിലൂടെ കടന്നു പോകുന്നുണ്ടാവുക. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ് ആണ് ഓം. നെക്സ്റ്റ് വൺ, a 6 volt battery is connected to a 2 ohm resistor. 6 volt battery ഒരു 2 ohm റെസിസ്റ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഹൗ മച്ച് കറണ്ട് ഈസ് പാസിംഗ് ത്രൂ ദ റെസിസ്റ്റർ? എത്ര കറണ്ടാണ് അതിലൂടെ കടന്നു പോകുന്നത്? 6 amperes. വിച്ച് ഓഫ് ദ ഗിവൺ എക്സാമ്പിൾ ഓഫ് എ നോൺ ഓമിക് ഡിവൈസ്? തന്നിട്ടുള്ളതിൽ ഏതാണ് നോൺ ഓമിക് ഡിവൈസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്? റെസിസ്റ്റർ ആണോ, കപ്പാസിറ്റർ ആണോ, ഡയോഡാണോ? ഡയോഡാണ് നോൺ ഓമിക് ഡിവൈസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഗിവൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ട്രൂ അബൌട്ട് എ സീരീസ് സർക്യൂട്ട്? സീരീസ് സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന്? കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് കോമ്പോണൻറ്റ് ഈസ് ദ സെയിം. ഓരോ കോമ്പോണൻറ്റിലൂടെയും കടന്നു പോകുന്ന കറണ്ട് സെയിം ആയിരിക്കും, അത് ട്രൂ ആണ്. നെക്സ്റ്റ്, ദ വോൾട്ടേജ് അക്രോസ് ഈച്ച് കോമ്പോണൻറ്റ് ഈസ് ദ സെയിം. അപ്പോൾ എന്താണ്? അതിലൂടെയുള്ള വോൾട്ടേജും സെയിം ആയിരിക്കും, അതും ട്രൂ ആണ്. ദ സം ഓഫ് ദ ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസസ് ഇൻ എ സർക്യൂട്ട് ഈസ് ഈക്വൽ ടു ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇൻഡിവിജ്വൽ റെസിസ്റ്റൻസിൻ്റെ സമ്മ് എന്തായിരിക്കും? ടോട്ടൽ റെസിസ്റ്റൻസിന് ഈക്വൽ ആയിരിക്കും, അപ്പോൾ അതും ട്രൂ ആണ്. അപ്പോൾ ഈ മുകളിൽ തന്നിരിക്കുന്ന 3 ഓപ്ഷൻസ് ശരിയാണ്. ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ.
വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് എ പാരലൽ സർക്യൂട്ട്? ഒരു പാരലൽ സർക്യൂട്ടുമായിട്ട് ശരിയായിട്ടുള്ളത് ദ വോൾട്ടേജ് ഫ്ലോ അക്രോസ് ഈച്ച് കോമ്പോണൻറ്റ് ഈസ് ദ സെയിം. ഓരോ കോമ്പോണൻറ്റിലൂടെയുള്ള വോൾട്ടേജ് ഫ്ലോ എന്തായിരിക്കും പാരലൽ സർക്യൂട്ടിൽ? സെയിം ആയിരിക്കും. നെക്സ്റ്റ്, വാട്ട് ഈസ് റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഇഫ് ദ വോൾട്ടേജ് ഈസ് 6 volt ആൻഡ് ദ കറണ്ട് ഈസ് 2 amperes? അതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കും? 3 ohms ആയിരിക്കും അല്ലേ? വോൾട്ടേജ് ബൈ കറണ്ട് 6/2 ചെയ്യുമ്പോൾ 3 ohms ആയിരിക്കും. നെക്സ്റ്റ്, ഇഫ് ദ റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ഹാഫ് ദ വോൾട്ടേജ് ഈസ് കെപ്റ്റ് കോൺസ്റ്റൻറ്റ്, വാട്ട് വിൽ ഹാപ്പൻ ടു ദ കറണ്ട്? ഇപ്പോൾ റെസിസ്റ്റൻസ് ഒരു സർക്യൂട്ടിൻ്റെ നമ്മൾ പകുതിയാക്കി കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആക്കി തന്നെ വെച്ചു. റെസിസ്റ്റൻസ് ആണ് പകുതിയാക്കി കുറച്ചത്. അപ്പോൾ അതിൻ്റെ കറണ്ടിന് എന്ത് സംഭവിക്കും? കറണ്ട് ഇരട്ടിയാവുകയാണ് ചെയ്യുക. ദ കറണ്ട് വിൽ ഡബിൾ. Which of the following is a formula for calculating power? Power calculate ചെയ്യാനുള്ള ഫോർമുല P equal to IV, P equal to I into 2R, P equal to V into 2/R. അപ്പോൾ ഇത് മൂന്നും എന്താണ്? പവർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ്. അപ്പോൾ all of the above ആണ് ആൻസർ. A circuit has a voltage of 10 volt and a resistance of 2 ohms. What is the resultant power dissipated by the circuit? ഒരു സർക്യൂട്ടിൻ്റെ വോൾട്ടേജ് 10 വോൾട്ടും അതിൻ്റെ റെസിസ്റ്റൻസ് 2 ohmsും ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് പവർ, സർക്യൂലേറ്റിൽ ഡിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന റിസൾട്ടൻറ്റ് പവർ എത്രയായിരിക്കും? 10 volt ആയിരിക്കും. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഗിവൺ ഫാക്ടേഴ്സ് ക്യാൻ എഫക്ട് ദ റെസിസ്റ്റൻസ് ഓഫ് എ കണ്ടക്ടർ? ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്ന എന്തൊക്കെ ഘടകങ്ങളാണ്? ടെമ്പറേച്ചറും മെറ്റീരിയലും ലെങ്ത്തും ഒരു വസ്തുവിൻ്റെ റെസിസ്റ്റൻസിനെ, ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ടെമ്പറേച്ചർ, മെറ്റീരിയൽ, ലെങ്ത്ത് കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഓൾ ഓഫ് ദ അബവ് ആണ് ആൻസർ. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഇഫ് ദ വോൾട്ടേജ് ഈസ് 12 volt ആൻഡ് ദ കറണ്ട് ഈസ് 4 amperes? ഒരു സർക്യൂട്ടിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണെന്ന്, അതിൻ്റെ വോൾട്ടേജ് 12 volt ആണെങ്കിൽ കറണ്ട് 4 ampere ആണെങ്കിൽ എന്താവും? 3 ohms ആയിരിക്കും. ഓക്കെ, 12 volt വോൾട്ടേജ് ബൈ കറണ്ട് 12/4, അപ്പോൾ 3 ohms ആയിരിക്കും. വിച്ച് ഓഫ് ദ ഗിവൺ ഈസ് യൂണിറ്റ് ഓഫ് പവർ? പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? വാട്ടാണ് അല്ലേ? നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ അബൌട്ട് എ വേരിയബിൾ റെസിസ്റ്റർ? വേരിയബിൾ റെസിസ്റ്ററിനെ സംബന്ധിച്ച് ശരിയായത് എന്താണെന്ന്? ഇറ്റ്സ് റെസിസ്റ്റൻസ് ക്യാൻ ബി ചേഞ്ച്ഡ് ബൈ അഡ്ജസ്റ്റിംഗ് എ നോബ് ഓർ സ്ലൈഡർ. അതിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. എങ്ങനെ? നോബ് അല്ലെങ്കിൽ സ്ലൈഡർ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്കതിൻ്റെ റെസിസ്റ്റൻസിനെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഓംസ് ലോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇങ്ങനെ ഈ ഫോർമുല പഠിച്ചു വയ്ക്കുക. അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും കൂടുതൽ വരാമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനത്തത് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് മാഗ്നറ്റിസത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കാണാം. അപ്പോൾ മുന്നത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കാണുക. നമുക്ക് ജൂനിയർ ഇൻസ്ട്രക്ടർ വയർമാൻ എന്നുള്ള പ്ലേലിസ്റ്റിൽ ഫുൾ വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ എക്സാംസ് വരെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. താങ്ക് യു.